This is the new news. Agni 5 in the 5th version. There has been Agni 1, 2, 3, 4, and now this is the 5th intermediate range ballistic missile. So before we get into the details of Agni 5, what do you know about missiles, or what is a ballistic missile, what is a cruise missile? പല ടൈപ്പ് മിസൈൽസ് ഉണ്ട് അല്ലേ? ക്രൂയിസ് മിസൈൽ ഉണ്ട്, ബാലിസ്റ്റിക് മിസൈൽ ഉണ്ട്, ഹൈപ്പർസോണിക് ഗൈഡഡ് മിസൈൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ് എന്ന് ഒരു ഐഡിയ തന്നിട്ട് ഐ വിൽ കം ബാക്ക് ടു വാട്ട് എക്സാക്ട്ലി അഗ്നി 5 is. So you will have a better understanding. Okay, so first we'll start with missiles. എന്താണ് മിസൈൽ? മിസൈലിന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ വരുന്നത്? നമ്മൾ യുദ്ധത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ? ആകാശത്തിൽ കൂടി പറന്നുപോയി ഒരു സ്ഥലത്തോട്ട് വീണ് അവിടെ പൊട്ടിത്തെറിക്കുന്ന അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ മിസൈൽ എന്ന് കേൾക്കുമ്പോൾ? മിസൈൽ ഈസ് ജസ്റ്റ് പ്രിസൈസ്ലി ദാറ്റ് ഇറ്റ് ഈസ് എ ഗൈഡഡ് ഏരിയൽ വെപ്പൺ. അതായത് എയറിൽ കൂടിയാണ് ഇത് പറന്നു പോകുന്നത്. പക്ഷേ എയറിൽ കൂടി പറന്നുപോയി ഇതിന് ലാൻഡിലുള്ള ടാർഗറ്റിനെയും വെള്ളത്തിലുള്ള ടാർഗറ്റിനെയും എയറിലുള്ള ടാർഗറ്റിനെയും ഒക്കെ ഇതിന് ഡാമേജ് വരുത്താൻ പറ്റും. It can destroy the targets even if it is on air, land or water, depending on the type of the missile. Depending on the type of the missile, missiles in our capability ഉണ്ട്. So basically missile എന്താണ്? It is a type of guided aerial weapon. നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഒരു ഏരിയൽ വെപ്പൺ ആണ്. രണ്ട് ബാലിസ്റ്റിക് ആണെങ്കിലും ക്രൂയിസ് ആണെങ്കിലും രണ്ടും ഗൈഡഡ് ആണ്. ജസ്റ്റ് ദാറ്റ് ബാലിസ്റ്റിക് മിസൈൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബാലിസ്റ്റിക് മിസൈലിന് തുടക്കത്തിലാണ് ഗൈഡൻസ് കൊടുക്കുന്നതെങ്കിൽ ക്രൂയിസ് മിസൈൽ അത് പോകുന്ന സമയത്തും ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കാം നമുക്ക്. അതാണ് ക്രൂയിസ് മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ തമ്മിലുള്ള വ്യത്യാസവും. അപ്പം ഈ രണ്ട് മിസൈൽസിൻ്റെ കേസിലാണെങ്കിലും ഈ ഒരു കേപ്പബിലിറ്റി ടു ഗൈഡ് ദാറ്റ് പെർട്ടിക്കുലർ ഏരിയൽ വെഹിക്കിൾ ടുവേർഡ്സ് ഏരിയൽ വെപ്പൺ ടുവേർഡ്സ് ദിസ് ടാർഗറ്റ്, അതാണ് ഒരു മിസൈലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിക്കോസ് ഇറ്റ് ഹാസ് എ പ്രൊപ്പൽഷൻ സിസ്റ്റം ആൻഡ് എ വോർ ഹെഡ്. ഇനീഷ്യലി പറഞ്ഞ പ്രൊപ്പൽഷൻ സിസ്റ്റം ആണ് ഇതിനെ പുഷ് ചെയ്ത് എയറിലോട്ട് കൊണ്ടുപോയി അതിനെ ആ ഒരു ടാർഗറ്റിലോട്ട് എത്തിക്കുന്നത് ആ പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ആൻഡ് ഈ വോർ ഹെഡാണ് ഫൈനലി പോയി ഡാമേജ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വോർ ഹെഡാണ്. Okay, so a missile എന്ന് പറയുന്നത് it is a type of guided aerial weapon that can target specific threats precisely because it has a propulsion system and a warhead. In contrast to conventional bombs, missiles can be precisely targeted. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഓഫ് മിസൈൽസ് എന്ന് പറയുന്നത്, നമ്മളൊരു ബോംബ് എറിയുന്നതും ഒരു മിസൈൽ യൂസ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, മിസൈൽ ഇപ്പം നമ്മുടെ ടാർഗറ്റ് ഒരിക്കലും മിസ് ചെയ്യാത്ത രീതിയിൽ അത്ര പ്രിസിഷനിൽ നമുക്ക് പോയ ടാർഗറ്റിനെ നമുക്ക് ഡാമേജ് വരുത്താൻ പറ്റും. വേറാസ് ഒരു ബോംബ് എറിയുന്ന സമയത്ത്, നമ്മൾ കൺവെൻഷനലി ഒരു ബോംബ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രിസിഷൻ നമുക്ക് കിട്ടൂല. Okay, so that is the main difference between using conventional bomb and missiles. Missiles can be precisely targeted, guaranteeing increased precision and efficacy in combat situations. War-like situations le namukku efficiency showcase cheyanum, അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എവിടെയാണോ നമുക്ക് ഡാമേജ് വരുത്തേണ്ടത് അവിടെ മാത്രം ഡാമേജ് വരുത്താനും നമുക്ക് ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽസും ക്രൂയിസ് മിസൈൽസും പൊതുവെ മിസൈൽസിനെ കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. Okay, so ഇവിടെ takeaways main ആയിട്ട് guided aerial weapon, that is an important point. It has a propulsion system, that is what is pushing it into the air and guiding it through the air. പിന്നെ conventional bombനെ അപേക്ഷിച്ച് more precision അല്ലേ, കൂടുതൽ എഫിഷ്യൻസി ഷോക്കേസ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ precision കാണിക്കാനും മിസൈൽസിന് പറ്റും. ഇത്രയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Any doubt so far? Can I go ahead? Ananya and Naveen? No doubt. No Yes, doubt? ma'am. All right. Fine. ഇനി ടൈപ്സ് ഓഫ് മിസൈൽസ്. നമ്മൾ ഈ ടൈപ്സ് ഓഫ് മിസൈൽസ് ഇത് ബേസ്ഡ് ഓൺ സൗണ്ട് ആണ് നമ്മൾ ഈ ടൈപ്സ് ഓഫ് മിസൈൽസ് പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ സ്പീഡ് ഇൻ കമ്പാരിസൺ, സൗണ്ട് അല്ല, ബേസ്ഡ് ഓൺ ദ സ്പീഡ്. നമ്മൾ ഈ മിസൈലിൻ്റെ സ്പീഡിൻ്റെ ഒരു കമ്പാരിസണിലാണ് ഈ ഒരു ടൈപ്സ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് സബ്സോണിക് മിസൈൽ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാച്ച് 1 എന്ന് പറഞ്ഞാൽ ഓർ മാർക്ക് 1, ഓക്കെ, MACH മാർക്ക് 1 മാച്ച് 1 ഒക്കെ പറയും.
ഈ മാർക്ക് 1 എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ടിനാണ് മാർക്ക് 1 എന്ന് പറയുന്നത്. ഓക്കെ, റിമെമ്പർ ദാറ്റ് മാർക്ക് 1 ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് സൗണ്ട്. ആൻഡ് മാർക്ക് 1-ന് കുറവ് സ്പീഡിൽ സഞ്ചരിക്കുന്ന മിസൈലിനെ നമ്മൾ സബ്സോണിക് മിസൈൽ എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? സബ്സോണിക് മിസൈൽ. ഇറ്റ് ഈസ് ലെസർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട്. മാർക്ക് 1. നമ്മുടെ ഇന്ത്യൻ എക്സാമ്പിളിൽ പൃഥ്വി മിസൈൽ മാർക്ക് 1 ആണ്, ലെസ് ദാൻ മാർക്ക് 1 ആണ്. ഇറ്റ് ഈസ് എ സബ്സോണിക് മിസൈൽ. അമേരിക്കയുടെ ഹാർപൂൺ മിസൈൽ ഇസ് ഓൾസോ വൺ സച്ച് മിസൈൽ. ഓക്കെ, സോ സബ്സോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിമെമ്പർ ദാറ്റ് സബ്സോണിക് ഈസ് less, it travels lesser than the speed of sound, that is less than Mach 1. Next is supersonic missile. Supersonic missile nu parnal the speed will be greater than the speed of the sound. Mach 1 to 5 vare ulladineyanu, adayathu 5 times the speed of sound vare idine poga എന്നുള്ള മിസൈൽസിനെയാണ് നമ്മൾ സൂപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിലോ മാർക്ക് 5 ബട്ട് ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട്. So it is called a supersonic missile. Okay, Mark 1-ൽ കൂടുതൽ എന്നാൽ മാർക്ക് 5-ൽ കുറവ്, അതായത് 5 times the sound speed of sound-ൽ കുറവായിരിക്കും എന്നാൽ സ്പീഡ് ഓഫ് സൗണ്ടിന് കൂടുതലുമായിരിക്കും. ഇതിനെ നമ്മൾ പറയുന്നതാണ് സൂപ്പർസോണിക് മിസൈൽ. ഫൈൻ. ഇന്ത്യയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രഹ്മോസ്. ബ്രഹ്മോസ് ഇസ് എ ക്രൂയിസ് മിസൈൽ. സോ ഇന്ത്യൻ ബ്രഹ്മോസ് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് supersonic missiles. Then comes the hypersonic missile. Hypersonic missile is the fastest of all. Okay, മാർക്ക് 5-ലും കൂടുതലാണ്. ഇറ്റ് കെൻ ഗോ അപ് ടു എനി ലെവൽ. നമ്മുടെ ഇപ്പം അഗ്നി 5 പറയുന്നതും നമ്മുടെ അഗ്നി 5 അല്ല, ബാലിസ്റ്റിക് മിസൈൽസ് ഇൻ ജനറൽ. ബാലിസ്റ്റിക് മിസൈൽസ് പൊതുവെ നമ്മൾ പറയുവാണെങ്കിൽ ഇറ്റ് കെൻ അച്ചീവ് ഗ്രേറ്റ് സ്പീഡ്സ് ഇൻ കമ്പാരിസൺ ടു ക്രൂയിസ് മിസൈൽസ്. മാർക്ക് 20 വരെയൊക്കെ പോവാം, മാർക്ക് 20, 24 വരെയൊക്കെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ സ്പീഡ് പോവാം. സോ അതൊക്കെ ഹൈപ്പർസോണിക് കാറ്റഗറിയിൽ വരുന്നതാണ്. മാർക്ക് 5-ലും കൂടുതൽ എന്ന് പറയുന്നതാണ് ഹൈപ്പർസോണിക് കാറ്റഗറി. സോ മാർക്ക് 1 ഇസ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. മാർക്ക് 1-ൽ കുറവാണെങ്കിൽ ഇറ്റ് ഇസ് സബ്സോണിക് മിസൈൽ. മാർക്ക് 1 ടു മാർക്ക് 5 ആണെങ്കിൽ ഇറ്റ് ഇസ് സൂപ്പർസോണിക് മിസൈൽ. ആൻഡ് മാർക്ക് 5-ൽ കൂടുതൽ പറയുന്നത് ഹൈപ്പർസോണിക് മിസൈലാണ്. ഓക്കെ, സോ ദിസ് ഡിസ്റ്റിങ്വിഷിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ types of missiles based on the speed of the missile. Is this clear? Subsonic, supersonic, hypersonic. You keep hearing this all the time, അല്ലേ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ഒരു മിസൈലിനെ കുറിച്ച് പഠിക്കുമ്പോൾ സൂപ്പർസോണിക് ആണ് അല്ലെങ്കിൽ സബ്സോണിക് ആണ് ഹൈപ്പർസോണിക് മിസൈൽ ആണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിസ് ഈസ് ദ സ്പീഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ മിസൈൽ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഇസ് ദിസ് പോയിന്റ് ക്ലിയർ? എനി ഡൗട്ട്? ക്ലിയർ. ഫൈൻ. നൗ ഇനി ബേസ്ഡ് ഓൺ ട്രാജക്ടറി, അതായത് ഇതിൻ്റെ ഒരു ട്രാജക്ടറി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ട്രാജക്ടറി? വാട്ട് ഇസ് എ ട്രാജക്ടറി? ലോഞ്ച് ചെയ്യുന്ന ആംഗിൾ അല്ലെങ്കിൽ ഈ ഒരു മിസൈൽ സഞ്ചരിക്കുന്ന ഒരു രീതി അല്ലേ? മിസൈൽ സഞ്ചരിക്കുന്ന ആ ഒരു ഡിറക്ഷൻ്റെ ബേസിസിൽ അതിനെയാണ് നമ്മൾ ട്രാജക്ടറി എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബേസിസിൽ നമ്മൾ മിസൈൽസിനെ കാറ്റഗറൈസ് ചെയ്യണമെങ്കിൽ മെയിനായിട്ട് 3 types ഓഫ് മിസൈൽസ് ആണുള്ളത്. One is ballistic missile, hypersonic glide vehicle and cruise missile. ഈ ബാലിസ്റ്റിക് മിസൈൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ത്രസ്റ്റ് കൊടുക്കുന്നത്, അതായത് ഒരു റോക്കറ്റ് എൻജിനാണ് ബാലിസ്റ്റിക് മിസൈലിനുണ്ടാവുക. ഓക്കെ, സോ ഫസ്റ്റ് വിൽ സ്റ്റഡി ബാലിസ്റ്റിക് മിസൈൽ. ഒരു റോക്കറ്റ് എൻജിനാണ് ഈ ബാലിസ്റ്റിക് മിസൈലിനുണ്ടാവുക. ഈ ബാലിസ്റ്റിക് മിസൈൽ എന്താണ് ചെയ്യുന്നത്? ഈ ഒരു നമ്മുടെ മിസൈലിന് മേളിലോട്ട് ആദ്യം വിടും, അതായത് അറ്റ്മോസ്ഫിയറിലോട്ടാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ കത്തിക്കയറുന്നത്. കയറിക്കഴിഞ്ഞ് ഇറ്റ് വർക്ക്സ് ഓൺ എ ഫ്രീ ഫോൾ സിസ്റ്റം. ഫ്രീ ഫോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ, അതായത് ഒരു പാരാബോളിക് ആംഗിളിലാണ് ഈ ഒരു ബാലിസ്റ്റിക് മിസൈൽ വർക്ക് ചെയ്യുന്നത്. മിസൈൽ വന്ന് വീഴുന്നത് ഒരു പാരാബോളിക് ആംഗിളിലാണ്, അതായത് ഗ്രാവിറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് മേളിൽ പോകുന്നത് വരെ റോക്കറ്റ് ഗൈഡ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം വാട്ട് ഹാപ്പൻസ്? ഇറ്റ് ഫോളോസ് എ പാരബോള ആൻഡ് it finally comes and falls on to the destination, or it falls on to the target based on the free fall movement, gravitation. Okay, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മിസൈലിന് മേളിലെത്തുന്ന വരെ ഒന്നും ഗൈഡൻസ് ഇല്ല. ഇനീഷ്യൽ ആ ആംഗിൾ മാത്രമാണ് ഗൈഡ് ചെയ്ത് നമ്മൾ ആ മിസൈലിനെ വിടുന്നത്. ആ ആംഗിൾ തെറ്റിച്ചാൽ മിസൈൽ വേറെ വല്ലയിടത്തും പോയി വീഴാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആ റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ നമ്മൾ
അവിടെ എന്തെങ്കിലും ഒരു ആംഗുലർ മിസ്റ്റേക്ക് വരുത്തുവാണെങ്കിൽ ആ ഇനീഷ്യൽ ആംഗിൾ ആണ് ബാലിസ്റ്റിക് മിസൈലിനെ ഫൈനലി ഗൈഡ് ചെയ്യുന്നത്. മിഡ്വേ ഒന്നും ബാലിസ്റ്റിക് മിസൈലിനെ ഗൈഡ് ചെയ്യാൻ ഇപ്പം പുതിയ കുറേ ടെക്നോളജീസ് വരുന്നുണ്ട്. പക്ഷെ ട്രഡീഷണൽ ബാലിസ്റ്റിക് മിസൈലിൽ ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്, ദാറ്റ് തുടക്കത്തിൽ എന്താണോ ഗൈഡ് ചെയ്ത് വിടുന്നത് ആ ഒരു ആംഗിളിലായിരിക്കും ഈ മിസൈൽ സഞ്ചരിക്കുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ബാലിസ്റ്റിക് മിസൈൽ ക്യാൻ ഈവൻ ട്രാവൽ അപ് ടു 1000 to 1500 കിലോമീറ്റർ അപ്പ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. സ്പേസിൽ വരെ എത്തിപ്പെടാനുള്ള അത്രയും എന്താ പറയുക, അത്രയും ഫോഴ്സിലായിരിക്കും ഈ ബാലിസ്റ്റിക് മിസൈൽ, ഡിപ്പെൻഡിങ് ഓൺ ദ ഡിസ്റ്റൻസ് ഇറ്റ് ഹാസ് ടു കവർ. ഇപ്പോൾ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽസ് എന്ന് പറയുന്ന മിസൈലുണ്ട്, അതായത് റേഞ്ച് 5500 അല്ലെങ്കിൽ 5000 കിലോമീറ്ററിൽ കൂടുതൽ ടാർഗറ്റ് ഉള്ള ഒരു മിസൈലാണ്. 10,000 കിലോമീറ്റർ വരെയൊക്കെ പോകാൻ പറ്റുന്ന ഒരു മിസൈലാണെങ്കിൽ അതനുസരിച്ച് ആ ഒരു ഫോഴ്സ് ഇറ്റ് ക്യാൻ പുഷ് ദ മിസൈൽ അപ് ടു സ്പേസ്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഫോൾസ് ഓൺ ടു ദി നമ്മുടെ ഉള്ളിലേക്ക്. സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഏറ്റവും അപ്പർ മോസ്റ്റ്. നമ്മളിപ്പം നമ്മുടെ ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനൊക്കെ നിൽക്കുന്നത് 400 കിലോമീറ്ററിലാണ്. ഫ്രം ദി എർത്ത് 400 കിലോമീറ്റർ അപ്പ്. This particular missile can travel even further than that, and then it will finally come and fall into the നമ്മുടെ ഈ ടാർഗറ്റിലോട്ട് വന്ന് വീഴാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫൈൻ. സോ ബാലിസ്റ്റിക് മിസൈൽ ഇറ്റ് യൂട്ടിലൈസസ് ഫ്രീ ഫോൾ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോളോസ് എ ലോഫ്റ്റഡ് ട്രാജക്ടറി ആഫ്റ്റർ ലോഞ്ച്. ഫോർ ഇൻസ്റ്റൻസ് അഗ്നി ഇൻ ഇന്ത്യ, മെയിനായിട്ട് ഒരു പാരാബോളിക് ആംഗിളിലാണ് ബാലിസ്റ്റിക് മിസൈൽ വർക്ക് ചെയ്യുന്നത്. ഇസ് ദിസ് ക്ലിയർ? ബാലിസ്റ്റിക് മിസൈലിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ്. ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ബാലിസ്റ്റിക് മിസൈൽ നോക്കും. ബേസിക് ആയിട്ടുള്ളൊരു ആ ഒരു ആംഗിൾ ഓഫ് ഫോളിംഗ് ആണ് ഞാനിവിടെ പറഞ്ഞത്. I hope you guys have understood it. Any doubt? Can I go ahead? Naveen? Okay, ma'am. Yeah? All right. ഇനി ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ്, ഇത് നമ്മൾ അധികം കേൾക്കാത്ത, ഇന്ത്യ അധികം വെഞ്ചർ ഔട്ട് ചെയ്യാത്ത ഒരു മേഖലയാണ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ്. ഇതും ആക്ച്വലി ബാലിസ്റ്റിക് മിസൈൽ പോലെ തന്നെയാണ്, റോക്കറ്റ് തന്നെയാണ് ഈ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലിനെയും ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇതും ബാലിസ്റ്റിക് മിസൈലും തമ്മിലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ hypersonic guide missile, hypersonic glide vehicle, it can travel ഒരു താഴ്ന്ന ലെവലിൽ കൂടി ഇത് ട്രാവൽ ചെയ്യാൻ പറ്റും. നമുക്ക് മിഡ് വേ ഇതിനെ മാനുവർ ചെയ്യാൻ പറ്റും. മാനുവർ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അൺലൈക്ക് ബാലിസ്റ്റിക് മിസൈൽ. ബാലിസ്റ്റിക് മിസൈലിന് ആ ഒരു ഇനീഷ്യൽ കൺട്രോളിങ് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു താഴെ ആംഗിൾ തെറ്റിച്ചാൽ ബാലിസ്റ്റിക് മിസൈൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി വീഴാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. വെറാസ് ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ കേസിൽ നമുക്ക് മിഡ് ഫ്ലൈറ്റിൻ്റെ ഇടയിൽ, ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ, ഈ മിസൈൽ പോകുന്നതിൻ്റെ സഞ്ചരിക്കുന്ന ഇടയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മാറ്റാം. അതിൻ്റെ ഒരു ട്രാവൽ ചെയ്യുന്ന പാത്ത് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് ട്രാവൽസ് ഇൻ ഹൈപ്പർസോണിക് സ്പീഡ്. അത്യാവശ്യം ഭയങ്കര സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നത്, വിച്ച് മേക്സ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ഡിറ്റക്റ്റ് ആൻഡ് ഡാമേജ്. ഈ ഹൈപ്പർസോണിക് സ്പീഡിൽ ഒരു മിസൈൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, എനിമിക്ക് ഈ ഒരു മിസൈൽ വരുന്നതും വന്ന് ഡാമേജ് ഉണ്ടാക്കുന്നതും ഒക്കെ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലായിരിക്കും. ആ ഒരു പ്രിപ്പയർഡ്നെസ് അവർക്ക് കൊടുക്കുന്നില്ല. ഓക്കെ, ബിക്കോസ് ഓഫ് ദ സ്പീഡ് ഇറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ വെരി ഫാസ്റ്റ്. സോ ദി എനിമി ഫൈൻഡ്സ് ഇറ്റ് വെരി ഡിഫിക്കൾട്ട് ടു ഇൻ്റർസെപ്റ്റ് ദ മിസൈൽ. സോ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഹൈപ്പർസോണിക് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മിസൈലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, പെട്ടെന്ന് ഇൻ്റർസെപ്റ്റ് ചെയ്യാനോ ഡാമേജ് വരുത്താനോ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഈ ഒരു ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ എനിമി കൺട്രി റഡാർ സിസ്റ്റമൊക്കെ വെച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്, മിസൈൽസിൻ്റെ വരവൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ റഡാർ സിസ്റ്റത്തിൽ ബാലിസ്റ്റിക് മിസൈൽ പെടാൻ സാധ്യതകൾ കൂടുതലാണ്. ബിക്കോസ് ഓഫ് ദ ട്രാക്ക് ഇറ്റ് ഫോളോസ്. അതായത് ഒത്തിരി മേളിലോട്ടൊക്കെ പോയിട്ടാണ് ഇത് കവർ മേലിൽ നിന്നാണ് ഇത് താഴെ രാജ്യത്തിലോട്ട് വീഴുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് വീഴുന്നത്. ഈ രാജ്യത്തിൻ്റെ റഡാർ സിസ്റ്റത്തിൽ ക്യാപ്ചർ ആവാൻ ഉള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ബാലിസ്റ്റിക് മിസൈൽ. സോ മിസൈൽസ് ഓഫ് ബാലിസ്റ്റിക് നേച്ചർ can be detected faster than that of the rest of the types, cruise and hypersonic glide vehicles. ഈ hypersonic glide vehicle ക്രൂയിസും യൂഷ്വലി ലോവർ ഓൾട്ടിറ്റ്യൂഡിൽ കൂടിയാണ് പോകുന്നത്. but that makes its detection very difficult. Alright, so ഈ ഡിറ്റക്ഷൻ രീതിയിലും
അതായത് ബാലിസ്റ്റിക് മിസൈലിൻ്റെ കേസിൽ റഡാർ സിസ്റ്റം പിടിക്കാൻ സാധ്യതയുണ്ട്, എനിമി കൺട്രിയുടെ റഡാർ സിസ്റ്റം പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ആൻഡ് ക്രൂയിസ് മിസൈൽ, ദ ഫ്ലൈറ്റ് ട്രാവൽസ് അല്ലെങ്കിൽ ദ മിസൈൽ ട്രാവൽസ് അറ്റ് എ വെരി ലോ altitude. It is capable of traveling at a very low altitude, hence avoiding the radar system capturing. Okay, and our surprise ആയിട്ട് അറ്റാക്ക് നമുക്ക് കൊടുക്കാൻ കൂടുതൽ കേപ്പബിൾ ആയിട്ടുള്ളത് ക്രൂയിസ് മിസൈലും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസും ആണ്. Is that clear? Okay, so hypersonic glide vehicles ഈ പറയുന്ന സിസ്റ്റം തന്നെയാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനെ ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ദെൻ ആഫ്റ്റർ ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ദേ ഹാവ് ദ കേപ്പബിലിറ്റി ടു ട്രാവൽ അറ്റ് വെരി ലോ ഓൾട്ടിറ്റ്യൂഡ്സ് ആൻഡ് ദേ ഹാവ് ദ കേപ്പബിലിറ്റി ഓഫ് മാനുവറിങ് ഇറ്റ് മിഡ് വേ. അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാം, ഇതിൻ്റെ ഡയറക്ഷനും ഇത് പോകുന്ന രീതിയും ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഹൈപ്പർസോണിക് സ്പീഡിലായിരിക്കും ഇത് സഞ്ചരിക്കുന്നത്. റൈറ്റ്. അതിൻ്റെ ഒരു ഉദാഹരണം റഷ്യയുടെ അവൻഗാർഡ് എന്ന് പറയുന്ന ഒരു മിസൈൽ, അല്ലെങ്കിൽ ചൈനയുടെ DF-17 എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്, ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ആയിട്ടുള്ള മിസൈലാണ്. അതേപോലെ ഈവൻ USA ഹാസ് എ പർട്ടിക്കുലർ മിസൈൽ കോൾഡ് ഡാർക്ക് ഈഗിൾ. ഓക്കെ, ഡാർക്ക് ഈഗിൾ അതിപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ. ഇസ് ദാറ്റ് ക്ലിയർ? സോ നെക്സ്റ്റ് ഈസ് ക്രൂയിസ് മിസൈൽ. ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഇന്ത്യൻ സിനാരിയോ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെ വെഞ്ചർ ഔട്ട് ചെയ്യാത്ത ഒരു മേഖലയാണ്. ഓക്കെ, സോ വി ആർ മോർ കൺസേൺഡ് വിത്ത് ബാലിസ്റ്റിക് മിസൈൽ ആൻഡ് ക്രൂയിസ് മിസൈൽ ആസ് ഓഫ് നൗ. ഇൻ ഫ്യൂച്ചർ പ്രോബബ്ലി വിൽ വർക്ക് ഓൺ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ആസ് വെൽ. ഓക്കെ, ഇനി ക്രൂയിസ് മിസൈലിൻ്റെ കേസ് പറയുവാണെങ്കിൽ, വാട്ട് ഈസ് എ ക്രൂയിസ്? നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ക്രൂയിസ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? Cruise control, have you heard, especially if we have എന്താ നവീൻ? ക്രൂസ് ഷിപ്പ് അല്ലേ? ക്രൂയിസ് കൺട്രോൾ എന്ന്, ക്രൂയിസ് ഷിപ്പാണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ്, അതിനും നമ്മൾ ക്രൂയിസ് എന്ന് തന്നെയാണ് പറയുന്നത്. ക്രൂയിസ് ഓൾസോ മീൻസ് സംതിങ് എൽസ്, എസ്പെഷ്യലി വെൻ യു ഹാവ് കാർസ് ദാറ്റ് ഹാവ് ക്രൂയിസ് കൺട്രോൾ. ഡു യു നോ വാട്ട് എക്സാക്ട്ലി ക്രൂയിസ് കൺട്രോൾ ഇസ് ഇൻ കാർസ്? നമ്മൾ കാർ ഓടിക്കുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോൾ ഇട്ടാൽ, ഇപ്പം നിങ്ങൾ 100 km/h സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്രൂയിസ് കൺട്രോൾ ഓൺ ചെയ്താൽ ആ 100 km/h കോൺസ്റ്റൻറ്റ് സ്പീഡിൽ നമ്മൾ പൊക്കോണ്ടിരിക്കും, അൺലെസ് യു അപ്ലൈ ബ്രേക്ക് ഓർ ആക്സിലറേറ്റർ അഗൈൻ ഫർദർ. നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാണ്ട്, എസ്പെഷ്യലി പീപ്പിൾ ഹു ട്രാവൽ ഇൻറ്റർ സ്റ്റേറ്റ് ഒക്കെ ഹൈവേസിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഈ ക്രൂയിസ് കൺട്രോൾസ് യൂസ് ചെയ്യുന്നത്, where there are empty roads and all. Okay, so cars will have features on it. Probably you guys must have not noticed. Maybe in your cars also there is cruise control. Okay, ഇപ്പോൾ വരുന്ന മിക്ക മോഡേൺ കാർസിലും ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻ ഉണ്ടാവാറുണ്ട്. ജസ്റ്റ് ദാറ്റ് വേ ക്രൂയിസ് എന്ന് പറയുന്നത് കപ്പലിനും ക്രൂയിസ് എന്ന് തന്നെ നമ്മൾ പറയും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓർ ദ കോൺസ്റ്റൻറ്റ് മോഷൻ, ദാറ്റ് ഈസ് വാട്ട് വി ആർ മെൻഷനിങ് ഹിയർ. ഓൾറൈറ്റ്, സോ ക്രൂയിസ് മിസൈൽ എന്ന് പറയുമ്പോൾ ആ ഒരു കോൺസ്റ്റൻസി ഇൻ ഇറ്റ്സ് പാത്ത് ആൻഡ് ഇറ്റ്സ് ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ജെറ്റ് പോകുന്നത് പോലെയാണ് ഈ മിസൈൽ പോകുന്നത്, ക്രൂയിസ് മിസൈൽ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇസ് ദാറ്റ് ദി എൻജിൻസ് ദേ യൂസ്. നമ്മൾ ബാലിസ്റ്റിക് മിസൈലിൽ റോക്കറ്റ് എൻജിനാണ്, റോക്കറ്റ് മോഡലിലാണ് ഇതിൻ്റെ ഡെലിവറി നടക്കുന്നത്. വെറാസ് ക്രൂയിസ് മിസൈലിൽ ഒരു ജെറ്റ് എൻജിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So just like how a jet flies in the air, okay, lower airൽ ഫ്ലൈ ചെയ്ത് ഈ മിസൈൽ ടാർഗറ്റിലോട്ട് എത്തിക്കപ്പെടുക എന്നുള്ളതാണ് ക്രൂയിസ് മിസൈൽ ചെയ്യുന്നത്. ഇവിടെ ആ ഒരു ഇനീഷ്യൽ ത്രസ്റ്റ് ലൈക്ക് ബാലിസ്റ്റിക് മിസൈൽ ക്രൂയിസ് മിസൈലിൻ്റെ കേസിലില്ല. ക്രൂയിസ് മിസൈലിൻ്റെ കേസിൽ എങ്ങനെയാണുള്ളത്? അതൊരു ജെറ്റ് എൻജിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എയറോപ്ലെയിനിൽ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ബോംബിടുക, ഏകദേശം അതേപോലെ തന്നെ ഇറ്റ് യൂസസ് എ ജെറ്റ് എൻജിൻ. ഈ ജെറ്റ് എൻജിൻ വഴി നമുക്കപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലിൽ നമുക്ക് തുടക്കത്തിൽ മാത്രമേ ആംഗിൾ ഡിസൈഡ് ചെയ്ത് എവിടെ കൊണ്ടുപോയി ഇടാം എന്നുള്ള, ഈ ബോംബ് എങ്ങോട്ട് അല്ലെങ്കിൽ മിസൈൽ എവിടെ പോയി വീഴണം എന്നുള്ളത് തുടക്കത്തിൽ മാത്രമേ നമുക്ക് ഡിസൈഡ്, ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വെറാസ് ഇൻ എ ക്രൂയിസ് മിസൈൽ, ബിക്കോസ് ഇറ്റ് ഹാസ് എ ജെറ്റ് എൻജിൻ, ഇറ്റ് ഫങ്ഷൻസ് ലൈക്ക് എ ജെറ്റ്, യു ക്യാൻ മാനുവർ ഇറ്റ് ത്രൂ ഔട്ട് ദ കോഴ്സ്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ആ ഒരു എവിടെ പോയി വീഴണം, എന്തെങ്കിലും പാത്ത് ചേഞ്ചസ് ഉണ്ടെങ്കിൽ
അത് നമുക്ക് പാത്ത് ചേഞ്ച് വേണമെങ്കിൽ നമുക്ക് പാത്ത് ചേഞ്ച് നടത്താം. ഇതെല്ലാം ഈ ക്രൂയിസ് മിസൈലിന് കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മിഡ് എയർ മാനുവറിങ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഡെസ്റ്റിനേഷൻ പെട്ടെന്ന് മാറി അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തണം. നമുക്ക് ഈ ക്രൂയിസ് മിസൈൽ സഞ്ചരിച്ച് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തി ക്രൂയിസ് മിസൈൽ വീഴേണ്ട സ്ഥലത്ത് വീഴ്ത്താം. ആൻഡ് ക്രൂയിസ് മിസൈലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, അനദർ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ് ട്രാവൽസ് ഇൻ വെരി ലോ ഓൾട്ടിറ്റ്യൂഡ് in comparison to ballistic missile. Ballistic missile ഒരു പാരബോളിക് ആംഗിൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ക്രൂയിസ് മിസൈൽസ് സത്യം പറഞ്ഞാൽ പാരബോള ഒന്നും ഫോളോ ചെയ്യുന്നില്ല. ഇറ്റ് കെൻ ഗോ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, ഓർ ഇഫ് യു ആർ ട്രാവലിംഗ്, നമ്മളിപ്പോൾ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചർ ഉള്ള ഒരു സ്ഥലത്തിൽ കൂടി, മൗണ്ടേനിയസ് റീജിയൻ ഒക്കെ ഉള്ള സ്ഥലത്തിൽ കൂടിയാണ് പോകണമെങ്കിൽ അതിൻ്റെ ആ ഒരു പാത്ത് അനുസരിച്ച് ഈ ക്രൂയിസ് മിസൈലിന് ക്രൂയിസ് ചെയ്ത് പോകാൻ പറ്റും. Okay, so there are a lot of advantages unlike ballistic missile for a cruise missile, because cruise missile can fly in low altitude, it can evade detection. നമ്മൾ പറഞ്ഞു റഡാർ സിസ്റ്റത്തിൽ പെടാൻ ബാലിസ്റ്റിക് മിസൈൽ ചാൻസസ് കൂടുതൽ, ബിക്കോസ് ഇറ്റ് ഈസ് കമ്മിങ് ഓൾ ദ വേ ഫ്രം എ വെരി ഹൈ റീജിയൻ ആൻഡ് റഡാർ സിസ്റ്റത്തിൽ പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വെറാസ് ആരും അറിയാണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ക്രൂയിസ് മിസൈലിന് ടാർഗറ്റിലോട്ട് എത്തിപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഡിറ്റക്ഷൻ ഓഫ് ക്രൂയിസ് മിസൈൽ ഈസ് ഡിഫിക്കൾട്ട് ഇൻ കമ്പാരിസൺ ടു ബാലിസ്റ്റിക് മിസൈൽ. Fine. So cruise missile, ballistic missile, hypersonic glide vehicles, these are the three types of missiles based on trajectory. നമ്മൾ supersonic, subsonic, hypersonic പഠിച്ചു based on the speed, right? Based on the speed. Subsonic എന്ന് പറയുന്നത് Mach 1 കുറവ്, അതായത് സ്പീഡ് ഓഫ് സൗണ്ടിൽ കുറവാകുമ്പോൾ സബ്സോണിക് മിസൈൽ എന്നാണ് പറയുന്നത്. സൂപ്പർസോണിക് മിസൈൽ ഇസ് Mach 1 to Mach 5, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട് ബട്ട് ലെസ് ദാൻ Mach 5 ടൈംസ് ദ സ്പീഡ് ഓഫ് സൗണ്ടിലും കുറവായിരിക്കും. ഹൈപ്പർസോണിക് ഈസ് ഗ്രേറ്റർ ദാൻ നമ്മുടെ ഈ പറഞ്ഞ സ്പീഡ് ഓഫ് സൗണ്ടിൽ Mach 5-നേലും ഗ്രേറ്റർ ആയിട്ടുള്ള സ്പീഡിനെയാണ് നമ്മൾ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇതിൽ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യം, അതായത് അഗ്നി 5 മിസൈൽസിൻ്റെ കേസിൽ നമ്മൾ പറയുന്നു സോളിഡ് ഫ്യൂവൽ മിസൈലാണ്. ഇപ്പോൾ അഗ്നി 5 മിസൈൽ 3 സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ മിസൈൽ എന്നൊരു പോയിന്റ് ഉണ്ട്. അതിൻ്റെ ഒരു എലാബറേഷൻ ആയിട്ടാണ് നമ്മൾ ഈ സോളിഡ് ഫ്യൂവൽ മിസൈൽസ് എന്താണ് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി ഫ്യൂവൽ എങ്ങനെയാണ്, ലിക്വിഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? ലിക്വിഡ് ആണ് ഫ്യൂവൽസ് യൂഷ്വലി ഉണ്ടാവുക. ഈ സോളിഡ് ഫ്യൂവൽ മിസൈൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് യൂസസ് എ സോളിഡ് ആയിട്ടുള്ളൊരു ഫ്യൂവൽ സിസ്റ്റമാണ് ഇത് യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ കോമ്പിനേഷൻ ഓഫ് ഫ്യൂവൽ ആസ് വെൽ ആസ് ഓക്സിഡൈസർ. ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി മനസ്സിലാക്കണമെങ്കിൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ വർക്കിംഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് പലപ്പോഴും അറ്റ്മോസ്ഫിയറിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിക് സർഫസസിൽ കൂടി സഞ്ചരിക്കാൻ സാധ്യതയുള്ള മിസൈലുകളാണ്. പലപ്പോഴും ഓക്സിജൻ്റെ ലാക്കിംഗ് ഈ മിസൈൽസിനുണ്ടാവും. ഓക്സിജൻ ഇല്ലെങ്കിൽ ഫ്യൂവൽ ബേൺ ആവുമോ? ഇല്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഈ മിസൈൽ മേളിലോട്ട് വിടുന്ന സമയത്ത് ഫ്യൂവൽ മാത്രമല്ല ഇതിൻ്റെ കൂടെ ഓക്സിഡൈസറിനെയും കൂടി ആഡ് ചെയ്യും, സോ ദാറ്റ് ഇറ്റ് കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഈസ് അവൈലബിൾ ഫോർ ദ ബേണിംഗ് ഓഫ് ഫ്യൂവൽ. Okay, understand the concept that if a fuel has to burn, if anything has to burn, നമുക്ക് ഓക്സിജൻ്റെ അവൈലബിലിറ്റി വളരെ അത്യാവശ്യമാണ്, അല്ലേ? അപ്പം ഈ ഒരു മിസൈൽ വിടുന്ന സമയത്ത് ലിക്വിഡ് ഫ്യൂവൽ ആയിരുന്നെങ്കിൽ, വിത്തൗട്ട് ഓക്സിജൻ ആണെങ്കിൽ അപ്പർ സർഫസസിലെത്തുമ്പം, അപ്പർ റീജിയൻസ് ഓഫ് അറ്റ്മോസ്ഫിയറിലെത്തുമ്പം ഓക്സിജൻ്റെ ലാക്കിംഗ് ഉണ്ടാവും. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം ഹൗ വിൽ ദ ഫ്യൂവൽ ബേൺ? മേളിൽ എത്തുന്നത് വരെ ഫ്യൂവൽ വേണം, താഴോട്ടാണ് ഫ്യൂവൽ വേണ്ടാത്തത്. ഗ്രാവിറ്റേഷൻ വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്. പക്ഷെ മേളിൽ എത്തിക്കുന്നത് വരെ ആ ഒരു ഫ്യൂവലിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു മിസൈലിൻ്റെ ഉള്ളിൽ യൂഷ്വലി ഓക്സിഡൈസറും കൂടി അവർ ആഡ് ചെയ്യും. അതായത് നമ്മൾ തന്നെ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യും മിസൈലിലും, സോ ദാറ്റ് ദ ഫ്യൂവൽ ക്യാൻ ബേൺ ആൻഡ് റീച്ച് ദി അപ്പർ സർഫസസ് ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ഫോൾ. സോ ഈ സോളിഡ് ഫ്യൂവൽ പ്രൊപ്പലൻറ്റിലും ഇത് തന്നെയാണുള്ളത്. There is a solid fuel, along with it we are also providing an oxidizer. ഓക്സിജനും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോ ദാറ്റ് ദ സോളിഡ് ക്യാൻ ബേൺ ആൻഡ് പ്രൊവൈഡ് ഇനഫ് thrust, whatever required thrust for the എന്താ പറയുക, ആ ആംഗിളിലോട്ട് എത്താനുള്ള എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെ ഫോഴ്സ് ആണോ വേണ്ടത്, അത് നമ്മുടെ ഈ സോളിഡ് ഫ്യൂവൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി solid fuel propellant എന്ന് പറയുന്നത്, which is the central component of solid fuel missile, is a combination of fuel and oxidizer.
Usually, aluminum powder for the fuel and ammonium perchlorate for the oxidizer held together by a rubbery substance. ഇതിനെ ഒരുമിച്ച് ഒരു റബ്ബറി സബ്സ്റ്റൻസിലാണ് ഇടുന്നത്. അലുമിനിയം പൗഡർ ആണ് ഇതിന് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നതും അമോണിയം പെർക്ലോറേറ്റ് ആണ് ഓക്സിഡൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കത്തിക്കുമ്പോൾ ഈ മിക്സ്ചർ എന്ത് പറ്റുന്നു? ഇറ്റ് ബേൺസ് വെരി ക്വിക്ക്ലി, ഇറ്റ് റിലീസസ് ഹോട്ട് ഗ്യാസസ്. ഈ ഹോട്ട് ഗ്യാസസ് ആണ് ത്രസ്റ്റ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം റോക്കറ്റ് പൊങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് താഴോട്ട് ഒരു ഫോഴ്സ്ഫുൾ ഫയർ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ സെറ്റ് ഓഫ് ഗ്യാസസ് ആർ പുഷ് ഡൗൺ സോ ദാറ്റ് ദ റോക്കറ്റ് ഇസ് ഗിവൻ ദാറ്റ് മൂവ്മെൻറ്റ് അപ്വേർഡ്സ് അല്ലേ. ആ ഒരു മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ഫയർ എമിറ്റ് ചെയ്യുന്നുണ്ട്, ഫ്യൂവലിൻ്റെ ആക്ഷനാണ് അവിടെ നമ്മൾ കാണുന്നത്. എന്നാലേ ഈ റോക്കറ്റ് മേളിലോട്ട് പൊങ്ങുള്ളൂ, റൈറ്റ്? ജസ്റ്റ് ദാറ്റ് വേ ഇവിടെ ഈ ഒരു നമ്മുടെ സോളിഡ് ഫ്യൂവൽ കത്തിക്കുന്ന സമയത്ത് ഇതിൻ്റെ മിക്സ്ചർ what happens? It burns quickly, and once it burns quickly it produces gases, hot gases that are released via a nozzle, and that provides the thrust for this particular ballistic missile's movement into the air. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ, അതായത് അത്യാവശ്യം നല്ല റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലൊക്കെ ആണെങ്കിൽ ഒത്തിരി സ്റ്റേജസ് ഓഫ് സോളിഡ് ഫ്യൂവൽ വേണ്ടി വരും. ഇപ്പം നമ്മൾ അഗ്നി 5യുടെ കേസ് പറയുകയാണെങ്കിൽ 3 സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ ആണ്. അതായത് പൊക്കാൻ ഒരു സ്റ്റേജ് സോളിഡ് ഫ്യൂവൽ യൂസ് ചെയ്യും, മിഡ് എയർ അതായത് മേളിലോട്ട് പോകുന്ന വഴി ഒന്നും കൂടെ ഒരു സോളിഡ് ഫ്യൂവൽ ഇതും കൂടി ഇത് യൂസ് ചെയ്യും. എന്നിട്ട് അവിടെ എത്തുന്നത് വരെ 3 സ്റ്റേജ് ഓഫ് സോളിഡ് ഫ്യൂവൽ ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. ആ ഒരു പാത്തിലെത്തിക്കാൻ, അതായത് ഈ മിസൈലിനെ ആ പാത്തിലെത്തിക്കാൻ വരെ 3 സ്റ്റേജ് ഓഫ് സോളിഡ് ഫ്യൂവൽ ആണ് അഗ്നി 5 യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സോളിഡ് ഫ്യൂവൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോളിഡ് ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് a combination of fuel and oxidizer. Unlike liquid fuels, ഇതിനെന്താ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിന് പറയാനാണെങ്കിൽ നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ലിക്വിഡ് ഫ്യൂവൽ അടിച്ച് കയറ്റുക അല്ലെങ്കിൽ കൊറോഷൻ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മിസൈൽ ആ ഒരു എൻറ്റയർ ബോഡിക്ക് കൊറോഷൻ വരാൻ സാധ്യത കൂടുതലാണ് ലിക്വിഡൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ. ആൻഡ് സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടിങ്ങിനും ഒക്കെ കൺവീനിയൻറ്റ് സോളിഡ് ഫ്യൂവൽ തന്നെയാണ് ഇൻ കമ്പാരിസൺ ടു ലിക്വിഡ് ഫ്യൂവൽ. Okay, so ഇപ്പം everybody are preferring solid fuel missiles in comparison to liquid fuel missiles. Okay, so unlike liquid fuel missiles which need laborious fueling procedures, അതായത് ഇതിനെ ഫ്യൂവൽ അടിച്ച് കയറ്റാൻ തന്നെ അത്യാവശ്യം നല്ല പാടാണ് ലിക്വിഡ് ഫ്യൂവൽ ആണെങ്കിൽ. പകരം സോളിഡ് ഫ്യൂവൽ ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിപ്പറേഷൻ ടൈം ലെസ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് ഈ ഒരു മിസൈലിനെ നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് വളരെ ഈസിലി നമുക്കിതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും യൂസ് ചെയ്യാനും ഒക്കെ ഇതിനെ എയ്ഡ് ചെയ്യാൻ പറ്റും. ആൻഡ് കൊറോഷൻ്റെ ഒരു ആംഗിൾ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് വെരി ലെസ്, വളരെ കുറച്ച് കൊറോഷൻ മാത്രമേ ഈ സോളിഡ് ഫ്യൂവൽ കൊടുക്കുന്നുള്ളൂ ഇൻ കമ്പാരിസൺ ടു ലിക്വിഡ് ഫ്യൂവൽ. ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ, ലിക്വിഡ് ഫ്യൂവലിനേലും കൂടുതൽ സ്റ്റേബിൾ ആണ്. ഓക്കെ, ആൻഡ് ലെസ് ലൈക്ലി ടു ലീക്ക് ഓർ കൊറോഡ്. സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ സോളിഡ് ഫ്യൂവൽ. Is this clear? Solid fuel in comparison to liquid fuel. നമ്മൾ അഗ്നി 5 പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ് that അഗ്നി 5 uses a 3-stage solid fuel mechanism. Okay, propellant. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ സോളിഡ് ഫ്യൂവൽ എന്താണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. Is this point clear? Can I go ahead? Yes, ma'am. Clear? All right. ഇനി നമ്മൾ വേറൊരു കോൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ടെക്നോളജി. നമ്മുടെ ഇപ്പോൾ ഈ അഗ്നി 5ൻ്റെ കേസിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റാണ് മിർവ് ടെക്നോളജി. ഇത് വേറെ ഒന്നുമില്ല, ഇതൊരു ബാലിസ്റ്റിക് മിസൈലാണ് അല്ലേ. ഈ മിസൈൽ നമ്മൾ മേളിൽ ട്രാജക്ടറി എത്തിക്കഴിഞ്ഞതിന് ശേഷം, കെൻ യു സീ ദ പിക്ചർ? ഇസ് ഇറ്റ് വിസിബിൾ? ഇറ്റ് ഈസ് വിസിബിൾ? Can anybody respond, please? Is the picture visible? Yes, ma'am. Okay. So, ഈ ഒരു കേസിൽ ഇവിടെ നോക്കൂ, താഴേന്ന് റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ പോവുകയാണ് ബാലിസ്റ്റിക് മിസൈൽ. ഈ പോകുന്ന വഴിക്ക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കൊഴിഞ്ഞു പോകും. ആൻഡ് ഫൈനലി ഓൺലി ദ വാർ ഹെഡ്സ് വിൽ, ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ വാർ ഹെഡ്സ് മാത്രമായി മാറും. ഓക്കെ, ആൻഡ് ദെൻ വാർ ഹെഡ്സ് വിൽ ഫോൾ ഓൺ ടു ദ
required destination. ഈ പാരബോളിക് ആംഗിൾ ആണ് നമ്മുടെ ബാലിസ്റ്റിക് മിസൈൽ ഫോളോ ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് അണ്ടർസ്റ്റുഡ്. ഈ MIRV ടെക്നോളജി എന്താണ്? വേറൊന്നുമല്ല, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതിന് മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ MIRV ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് യൂഷ്വലി കൺവെൻഷണൽ ബാലിസ്റ്റിക് മിസൈൽ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു മിസൈൽ പോയാൽ അതിന് ഒരു ലൊക്കേഷൻ മാത്രമേ ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് പല വാർഹെഡ്സ് യൂസ് ചെയ്യാം. ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ നമുക്ക് പല വാർഹെഡ്സ് യൂസ് ചെയ്യാം, പല ലൊക്കേഷൻസ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം അറ്റ് വൺ ഗോ. ഒരേ സമയത്ത് നമുക്ക് പല ലൊക്കേഷൻസ് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ MIRV ടെക്നോളജി എന്ന് പറയുന്നത്. That's all. I'll tell you once again. Multiple independently targetable re-entry vehicle. അതായത് മൾട്ടിപ്പിൾ ടാർഗറ്റ്സിന് ഇത് ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ വഴി നമ്മൾ മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾ. MIRV ടെക്നോളജി എന്താണെന്ന് ചോദിച്ചാൽ മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം. മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ നമുക്ക് ഡാമേജ് വരുത്താൻ കേപ്പബിലിറ്റി ഉള്ള മിസൈലായിരിക്കും MIRV ടെക്നോളജി, അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ദി ഏർലി 1960s to enable a single missile to carry several nuclear warheads, each of which could independently strike a different target. Efficiency കൂട്ടാനാണ് അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓരോ സ്ഥലത്തോട്ട് ഡാമേജ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഓരോ റോക്കറ്റ് യൂസ് ചെയ്ത് ഓരോ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം അതല്ല, നേരെ മറിച്ച് ഒരൊറ്റ ലോഞ്ചിൽ തന്നെ നമുക്ക് പല ടാർഗറ്റ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സിസ്റ്റമാണ് ഈ MIRV ടെക്നോളജി എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ് ഇൻ ദ 1960s. ആദ്യം ക്രിയേറ്റ് ചെയ്തത് USA ആണ്. ഓക്കെ, ഫസ്റ്റ് നേഷൻ ടു ഡെവലപ്പ് ദിസ് ടെക്നോളജി വാസ് USA. The missile has the ability to discharge warheads in a variety of directions and at varying speeds. ഓക്കെ, ഇത് നേരത്തെ തന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ച് മേളിലോട്ട് വിടുന്നതാണ്. സോ എങ്ങനെയാണ് നമുക്ക് ഇൻറ്റൻഡഡ് ആയിട്ട് ഇത് വീഴേണ്ടത് അങ്ങനെ ഈ ഒരു മിസൈൽ വീണോളും. ഈ വാർഹെഡ്സ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ടാർഗറ്റ്സിലാണ് വീഴേണ്ടത്, എന്തൊക്കെ സ്പീഡിലാണ്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏർലിയർ ബാലിസ്റ്റിക് മിസൈൽസ് വർ നോട്ട് കൺട്രോളബിൾ പോസ്റ്റ് ദ ഫ്ലൈറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊക്കെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞാൽ ആ വിടുന്ന സമയത്തുള്ള ഒരു മാനുവറിങ് മാത്രമേ ഉള്ളൂ. ഇപ്പം റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത അഗ്നി-5 അടക്കം ചെറുതായിട്ട് നമുക്ക് ഈ ഒരു മാനുവറിങ് കേപ്പബിലിറ്റി വൺസ് ഇറ്റ് ഹാസ് ബീൻ ലോഞ്ച്ഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജി ഹാസ് ബീൻ അഡ്വാൻസിങ്. ഓക്കെ, ഈ ബാലിസ്റ്റിക് മിസൈൽ കൺട്രോൾ ചെയ്യാനും ഉള്ള ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദിസ് പെർട്ടിക്കുലർ MIRV ടെക്നോളജി ആക്ച്വലി മിഡ് എയറിൽ ഈ വാർഹെഡ്സ് നമുക്ക് എവിടേക്കാണ് ഈ ഒരു വാർഹെഡ്സ് വീഴേണ്ടത്, എന്ത് സ്പീഡിലാണ് ഈ വാർഹെഡ്സ് വീഴേണ്ടത്, ഇതൊക്കെ ഈ മിസൈലിന് നമുക്ക് ഓൾറെഡി പ്രീ പ്രോഗ്രാം ചെയ്ത് നമുക്ക് വിടാൻ പറ്റുന്നതാണ്. Okay, so MIRV technology is also available in China, France, United Kingdom, Russia, and now we also have it in India. Okay, Agni-5 uses MIRV technology. Fine. So this is the picture. Once it reaches mid-air, avada vechi targets warheads ഒന്നൊന്നായിട്ട് വീഴും. Now ballistic missile നമ്മൾ ഓൾറെഡി അത്യാവശ്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഇത് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു description ആണ്. Ballistic, I'll just read through. If I have missed any point, I'll tell you. A ballistic missile delivers one or more warheads. ഇപ്പം നമ്മൾ MIRV ടെക്നോളജി യൂസ് ചെയ്യുന്നതാണെങ്കിൽ one or more warheads ഇത് ലോഞ്ച് ചെയ്യാൻ കേപ്പബിൾ ആണ് അല്ലേ? So a ballistic missile delivers one or more warheads to a predefined target by traveling along a ballistic trajectory. Predetermined target എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം ക്രൂയിസ് മിസൈൽ പോലെ നമുക്ക് ടാർഗറ്റ് പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് മാറ്റാൻ പറ്റില്ല. പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ടാർഗറ്റിൽ മാത്രമേ ബാലിസ്റ്റിക് മിസൈൽ നമുക്ക് ആ ഒരു ആംഗിളിൽ പോയാലേ ഈ ബാലിസ്റ്റിക് മിസൈൽ ഈ ടാർഗറ്റിൽ വീഴുകയുള്ളൂ അല്ലേ? അപ്പം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ മാനുവറിങ് നടക്കുന്നത്, കൺട്രോളിങ് നടക്കുന്നത്. ഓക്കെ, an object that is launched but does not have active propulsion during its actual flight. അതാണ് പറഞ്ഞത്. നമ്മുടെ ക്രൂയിസ് മിസൈലിനെ പോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാനുവർ ചെയ്യാനോ ഒരു ആക്റ്റീവ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലിലില്ല. ആ തുടക്കത്തിൽ മേളിലെത്തുന്ന വരെ ഒരു പ്രൊപ്പൽഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫ്രീ ഫോൾ ഓൺ ഇറ്റ് വർക്ക്സ് ഓൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ആ ഒരു പാരബോളിക് ആംഗിളിൽ വർക്ക് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ദീസ് വെപ്പൻസ് ആർ ഗൈഡഡ് ഓൺലി ഡ്യൂറിങ് റിലേറ്റീവ്ലി ബ്രീഫ് പീരിയഡ്സ് ഓഫ് ഫ്ലൈറ്റ്. അതായത് തുടക്കത്തിലെ വളരെ കുറച്ച് സ്പാൻ ഓഫ് ടൈമിൽ മാത്രമേ ഈ ഒരു മിസൈൽ ഗൈഡഡ് ആവുന്നുള്ളൂ. ബാക്കി it works on the principle of
ഫിസിക്സ് അല്ലേ, പാരാബോളിക് ആ ഒരു ആംഗിളിലോട്ട് എത്തിപ്പെട്ടാൽ മേളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് വർക്ക്സ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, as a result the target trajectory is entirely dictated by the initial velocity, air resistance വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് എയർ കൊടുക്കുന്ന റെസിസ്റ്റൻസും ഈ ബാലിസ്റ്റിക് മിസൈലിനെ ബാധിക്കാറുണ്ട്. ഗ്രാവിറ്റി ആൻഡ് ദി എർത്ത്സ് മോഷൻ. കൊറിയോളിസ് ഫോഴ്സ്, we've studied about Coriolis force. What is Coriolis force, if you guys remember? Anybody? എന്താണ് Coriolis? കേട്ടില്ല നവീൻ? എർത്തിന്റെ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സ്, എർത്തിന്റെ റൊട്ടേഷൻ കാരണം വരുന്ന ഫോഴ്സ് ആണ് കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ വിൻഡ് പഠിക്കുന്ന പ്ലാനറ്ററി വിൻഡ്സ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹൗ കൊറിയോളിസ് ഫോഴ്സ് എഫക്ട്സ് ദ മൂവ്മെന്റ് ഓഫ് വിൻഡ്സ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദ സദേൺ ഹെമിസ്ഫിയർ. Right, we've studied about Coriolis force. So ഈ Coriolis ഫോഴ്സും ഗ്രാവിറ്റേഷനും അതേപോലെ തന്നെ നമ്മുടെ എയറിലുള്ള റെസിസ്റ്റൻസ്, എയർ എന്തെങ്കിലും റെസിസ്റ്റൻസ്, ഇനീഷ്യൽ വെലോസിറ്റി, ഇതൊക്കെയാണ് ബാലിസ്റ്റിക് മിസൈലിൻ്റെ അൾട്ടിമേറ്റ് ട്രാജക്ടറി ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പം നമ്മളൊരു ബാലിസ്റ്റിക് മിസൈൽ വിടുന്ന സമയത്താണെങ്കിലും ഇതിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും ഈ കൊറിയോളിസ് ഫോഴ്സിനെയും എയർ റെസിസ്റ്റൻസിനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും നമ്മൾ ഈ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യുന്നത് തന്നെ. Okay, so that the angle does not change, especially ഒത്തിരി ദൂരം സഞ്ചരിക്കാനുള്ള ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ കൊറിയോളിസ് ഫോഴ്സ് ഒക്കെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഇച്ചിരി കൂടി കൂടുതലാണ്. റൈറ്റ്, 5000 കിലോമീറ്ററിന് കൂടുതൽ അല്ലെങ്കിൽ വേറെ തന്നെ ഒരു കോണ്ടിനെന്റിൽ പോയി എത്തേണ്ട ഒരു ബാലിസ്റ്റിക് മിസൈലൊക്കെ ആണെങ്കിൽ അവിടെ ഈ കൊറിയോളിസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് ഒക്കെ വരാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ബാലിസ്റ്റിക് മിസൈൽ വിടുന്നത്. ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടായിരിക്കും ഇവർ ഈ ബാലിസ്റ്റിക് മിസൈൽ വിടുന്നത്. റൈറ്റ്, ടൈപ്സ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽ, ജസ്റ്റ് ലൈക്ക് ഹൗ വി സ്റ്റഡീഡ് ബേസ്ഡ് ഓൺ ദ സൗണ്ട്, ഇവിടെ ബേസ്ഡ് ഓൺ ഡിസ്റ്റൻസ് ആണ്. ഒന്ന് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ, ഓക്കെ, അല്ലെങ്കിൽ ടാക്ടിക്കൽ ബാലിസ്റ്റിക് മിസൈൽ. ഇത് 300 to 1000 കിലോമീറ്റേഴ്സ് റേഞ്ചിലാണ് വരുന്നത്. മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ 1000 മുതൽ 3500 കിലോമീറ്റർ വരെ. ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് 3500 to 5500 കിലോമീറ്റർ. 5500 കിലോമീറ്ററിൽ കൂടുതലാണെങ്കിൽ ഇതിനെ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് പറയുന്നത്. ലൈക്ക് ദ വേർഡ് ഇറ്റ് സെൽഫ്, കോണ്ടിനെന്റ്സ് ഇന്റർകോണ്ടിനെന്റ് തമ്മിൽ തന്നെ നമുക്ക് അറ്റാക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മിസൈൽ ആയിരിക്കും ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അഗ്നി 5 ഇസ് എൻ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. ഓക്കെ, 5000 to 5500 കിലോമീറ്റർ ആണ് ഈ ഒരു അഗ്നി 5ൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അഗ്നി 5 യൂസ് ചെയ്യുന്നത്. സോ ടൈപ്സ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽസ് ബേസ്ഡ് ഓൺ ദ റേഞ്ച്, വൺ ഇസ് ഷോർട്ട് റേഞ്ച് 300 to 1000, മീഡിയം റേഞ്ച് 1000 to 3500, long range is 3500 to 5500, and intercontinental ballistic missile comes 5500 kilometer or more. Okay, and one more important point is that a ballistic missile uses rocket engine, whereas a cruise missile uses a jet engine. Remember that always. Ballistic missile use ചെയ്യുന്നത് rocket engine ആണ്. It can go up to great heights in the atmosphere and it can travel at a greater speed than cruise missile. Okay, cruise missile നെ കമ്പയർ ചെയ്ത് നമുക്ക് ബാലിസ്റ്റിക് മിസൈൽ ഇറ്റ് ക്യാൻ അച്ചീവ് അപ് ടു 20 മാർക്ക്, അതായത് 20 ടൈംസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് വരെ ബാലിസ്റ്റിക് മിസൈലിന് ട്രാവൽ ചെയ്യാം. 20 to 24 ടൈംസ് ദ സ്പീഡ് ഓഫ് സൗണ്ട്. ഓക്കെ, വെറാസ് ക്രൂയിസ് മിസൈലിന് അത്രയും സ്പീഡ് പറ്റില്ല. ഓക്കെ, ക്രൂയിസ് മിസൈൽ മാക്സിമം ഒക്കെ പോയാൽ മാർക്ക് 3, മാർക്ക് 4, അതായത് സ്റ്റാൻഡേർഡ് ക്രൂയിസ് മിസൈലിൻ്റെ സ്പീഡ്. ഒത്തിരി സ്പീഡ് ക്രൂയിസ് മിസൈലിന് പറ്റാറില്ല ബിക്കോസ് ഓഫ് ദ കണ്ടിന്യൂസ് മാന്യൂറിങ്. നമ്മൾ താഴെ പിന്നെ മാന്യൂർ ചെയ്ത് വിടുവാണല്ലോ. ഓക്കെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ക്രൂയിസ് മിസൈൽ എവിടെയാണ് ടാർഗറ്റ്, അങ്ങോട്ടേക്ക് ഇനി ടാർഗറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാണെങ്കിലും നമുക്ക് ക്രൂയിസ് മിസൈൽ യൂസ് ചെയ്ത് ആ ടാർഗറ്റിനെ നമുക്ക് പോയി ഡാമേജ് വരുത്താൻ പറ്റും. റൈറ്റ്, സോ ഈ ക്രൂയിസ് മിസൈലിൻ്റെ കേസിൽ ഒത്തിരി സ്പീഡ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. വെറാസ് ഇൻ ദ കേസ് ഓഫ് ബാലിസ്റ്റിക് മിസൈൽ ഹൈ സ്പീഡ്സ് ഗെയിൻ ചെയ്യാൻ പറ്റും. റോക്കറ്റ് എഞ്ചിനാണ് ബാലിസ്റ്റിക് മിസൈൽ യൂസ് ചെയ്യുന്നത്. ക്രൂയിസ് മിസൈൽ യൂസ് ചെയ്യുന്നത് ജെറ്റ് എഞ്ചിനാണ്. നിങ്ങൾ ജെറ്റ് പോകുന്ന കണ്ടിട്ടുണ്ടാവും സ്കൈയിൽ കൂടി. ജസ്റ്റ് ദാറ്റ് വേ ക്രൂയിസ് മിസൈലും ആ ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. വളരെ ലോ ഓൾട്ടിറ്റ്യൂഡ്സിൽ ജെറ്റ് പോകുന്നത് പോലെ തന്നെയാണ് ക്രൂയിസ് മിസൈൽ സഞ്ചരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ജെറ്റ് എഞ്ചിൻ ആൻഡ് വി ക്യാൻ കൺട്രോൾ ഇറ്റ് മിഡ് എയർ. ഈ ഒരു
ക്രൂയിസ് മിസൈലിൻ്റെ ആ ഒരു പാത്തൊക്കെ നമുക്ക് മിഡ് എയർ കൺട്രോൾ ചെയ്യാം. സോ ക്രൂയിസ് മിസൈൽ ഇസ് എ ഗൈഡഡ് മിസൈൽ ദാറ്റ് ഇസ് യൂസ്ഡ് അഗൈൻസ്റ്റ് ടെറസ്ട്രിയൽ ടാർഗറ്റ്സ്. ദ ടാർഗറ്റ് മസ്റ്റ് ബി പ്രീസെറ്റ്. അതായത് നേരത്തെ തന്നെ ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. പക്ഷെ നമുക്ക് ക്രൂയിസ് മിസൈൽ വേണമെങ്കിൽ മിഡ് വേ ഗൈഡ് ചെയ്യാം. ഓക്കെ, ഒരു മല പെട്ടെന്ന് കാണാണ്, മല കയറി ഇറങ്ങണം, അങ്ങനത്തെയൊക്കെ സിറ്റുവേഷനിൽ എന്താ പറയുക, ഓൾറെഡി നമുക്ക് ആ ഒരു ജെറ്റ് എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ക്രൂയിസ് മിസൈലിനെ കൺട്രോൾ ചെയ്യാം. ഡ്യൂറിങ് ഇറ്റ്സ് ഫ്ലൈറ്റ് ഇറ്റ് സ്റ്റേസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എയർ, ലോ എർത്ത്, വളരെ ലോ അറ്റ്മോസ്ഫിയറിൽ വരെ ഇതിനെ ട്രാവൽ ചെയ്യാം. 100 കിലോമീറ്റേഴ്സ് ഹൈറ്റിലൊക്കെ അല്ലെങ്കിൽ ലോവർ ദാൻ ദാറ്റും ട്രാവൽ ചെയ്യാം ക്രൂയിസ് മിസൈലിന്. The majority of its flight path is flown at a constant speed. അതുകൊണ്ടാണ് ഇതിനെ ക്രൂയിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു കാറിലൊക്കെ ക്രൂയിസ് കൺട്രോൾ യൂസ് ചെയ്യുമ്പം we already mentioned that cruise control is usually a term that we use for a constant speed. So that's why it's called a cruise missile, because it's going in a constant speed. Cruise missiles are made to precisely deliver a big warhead over long distance. അതായത് വലിയൊരു വാർഹെഡ് ഒത്തിരി ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ക്രൂയിസ് മിസൈലാണ് പ്രിഫർ ചെയ്യുന്നത്. റിമെമ്പർ ദാറ്റ് ദേ യൂസ് ജെറ്റ് എൻജിൻ ഇൻ ക്രൂയിസ് മിസൈൽ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ ക്രൂയിസ് മിസൈൽ കനോട്ട് ബി വെരി ഹൈ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഐ ഹോപ്പ് മിസൈൽ, ബാലിസ്റ്റിക്, ക്രൂയിസ്, ഓൾ ദാറ്റ് ഇസ് ക്ലിയർ ടു യു ഗൈസ്. ക്ലിയർ ആണോ? Both of you? Yes, ma'am. Okay, so we'll do one thing, we'll wind up the class. Sorry for the delay, there was a little technical issue. All right, so then we'll wind up. Okay, thank you guys. Thank you, ma'am. Thank you.